ഹലോ ഗായ്സ്, ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 40 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്റ്റോക്ക്ഹോം സമ്മേളനം. സമാധാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? പ്രാവ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആന. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അണ്ണാമലൈ കുന്നുകളിൽ, തമിഴ്നാട്. അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമായ വാതകത്തിന്റെ പേര്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ പല ഉയരങ്ങളിലെയും താപനില, മർദ്ദം, ഈർപ്പം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? റേഡിയോസോണ്ട്. സമുദ്ര മരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിന്റെ പേര്? സർഗാസോ കടൽ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? 10. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്? ഭവാനി. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലക്ക് പറയുന്ന പേര്? കാവുകൾ. പ്രൊഫസർ ജോൺ സി ജേക്കബിന്റെ ആത്മകഥ ഏത്? ഹരിതദർശനം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ ദേശീയ ഉദ്യാനം, ആസാം. കാണ്ടാമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ആസാം. ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. പയർവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം. വേമ്പനാട്ടുകായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏത്? പാതിരാമണൽ ദ്വീപ്. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിൽ? തിരുവനന്തപുരം. നീലപതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീച്ചുകളുടെ ഗുണനിലവാരം. ദേശീയ കർഷക ദിനം എന്നാണ്? ഡിസംബർ 23. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം? മംഗളവനം. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം? കുരുമുളക്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? അറബി. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്? മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം? സുന്ദർബൻ വനങ്ങൾ, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധവ്യഞ്ജനം? ജാതിക്ക. രംഗത്തിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടക.
റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക്. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത്? ഹ്യൂമൻ ഇക്കോളജി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? വട്ടവട, ഇടുക്കി ജില്ലയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശം ഭീഷണി നേരിടുന്ന വൃക്ഷം? ചന്ദനം. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. നാൽപ്പാമരങ്ങൾ ഏതൊക്കെ? അത്തി, ഇത്തി, അരയാൽ, പേരാൽ. വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് മഴക്കാടുകൾ. അതുപോലെ ഇത് പരിസ്ഥിതി ദിനകേസുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 5 ആണ്. ഇതിൻ്റെ മുമ്പത്തെ പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.